ഇന്ന് നമ്മുടെ ഇടയിൽ ഒരുപാട് പേരിൽ മിക്ക തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും കൂടി വരികയാണ്. അതിനൊരു ബേസ് ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമിതവണ്ണമാണ്. അപ്പോൾ എന്താണ് ഈ അമിതവണ്ണം, അല്ലെങ്കിൽ നമുക്ക് അമിതവണ്ണമുള്ളവർക്ക് അത് എങ്ങനെ കുറയ്ക്കാം, ഒരു ഹെൽത്തി ആയിട്ട് എങ്ങനെ കുറയ്ക്കാം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ, കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. അപ്പോൾ എന്താണ് ഈ അമിതവണ്ണം എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അമിതവണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി എല്ലാവർക്കും അവരുടെ ഹൈറ്റിനനുസരിച്ച് വേണ്ട ഒരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റിലും അധികമായിട്ട് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ അമിതവണ്ണം എന്ന് പറയാം. അപ്പം ഓരോരുത്തർക്ക് നോക്കുമ്പോൾ അവർക്ക് അമിതവണ്ണമാണോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ WHO തന്നെ ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ബോഡി മാസ് ഇൻഡെക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മുടെ ശരീരഭാരം കിലോഗ്രാമിൽ എടുക്കുക, അതിനെ നമ്മുടെ ഹൈറ്റ് മീറ്റർ സ്ക്വയറിൽ വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ BMI എന്ന് പറയുന്നത്. ആ ഒരു BMI എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയാണോ കിട്ടുന്നത് അത് വെച്ചിട്ടാണ് നമുക്ക് അമിതവണ്ണമാണോ അതോ നമുക്ക് നോർമൽ വെയിറ്റ് ആണോ എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നോർമൽ എന്ന് പറഞ്ഞാൽ 18നും 25നും ഇടയിലാണ് നിങ്ങൾക്ക് BMI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ നമ്മൾ നോർമലാണ്, നമുക്ക് അമിതവണ്ണവുമില്ല, നമുക്ക് ശരീരഭാരം കുറവുമല്ല. ഇപ്പോൾ 18ന് താഴെ വരുവാണെങ്കിൽ നമുക്ക് ശരീരഭാരം കുറവാണ്, നമുക്ക് വെയിറ്റ് കുറവാണ്, അണ്ടർ വെയിറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ 25ന് മുകളിലോട്ട് വരുമ്പോൾ നമ്മൾ അതിന് അമിതവണ്ണം എന്ന് പറയും. ഇപ്പോൾ 25നും 30നും ഒക്കെ ഇടയിലാകുമ്പോഴത്തേക്കും നമ്മൾ അമിതവണ്ണത്തിൻ്റെ ഒരു കാറ്റഗറിയിൽ കൂടും. ഈ 30ന് മുകളിൽ പോകുമ്പോഴത്തേക്കും നമ്മളതിനെ പൊണ്ണത്തടി എന്നാണ് പറയാം. അപ്പം അമിതവണ്ണം ഉണ്ടാവാൻ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് കാണാറുണ്ട്. അപ്പം നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരാം, അല്ലെങ്കിൽ മറ്റ് പല രോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരാം. അപ്പോൾ അമിതവണ്ണം ഉണ്ടാവാനുള്ള കാരണങ്ങൾ നമ്മൾ എക്സോജീനിയസ് എന്നും എൻഡോജീനിയസ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയാണ് പ്രശ്നമെങ്കിൽ അതുമൂലം നമുക്ക് അമിതവണ്ണം വരാം. ഇപ്പോൾ നമുക്ക് അതല്ലാതെ വരുന്ന ചില രോഗങ്ങൾ മൂലം നമുക്ക് അമിതവണ്ണം വരാറുണ്ട്. ഇപ്പം കൊളസ്ട്രോൾ കൂടിയ ആൾക്കാർക്കോ അല്ലെങ്കിൽ PCOD പോലെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് അമിതവണ്ണം പറയാറുണ്ട്. തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഡിസ്ഫങ്ഷൻ ഉള്ളവർക്ക് ഒരു PCODയുടെ കേസ് എടുക്കുമ്പം അമിതവണ്ണം PCOD എന്ന് പറഞ്ഞ ഒരു സൈക്കിൾ പോലെയാണ്. അമിതവണ്ണമുള്ളവർക്ക് PCOD ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ PCOD വരുന്നതിൻ്റെ ഭാഗമായിട്ടും അമിതവണ്ണം വരുന്നവരും ഉണ്ട്. അപ്പോൾ ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ഇപ്പോൾ ഇത് കൂടാതെ തന്നെ പാരമ്പര്യമായിട്ട് തന്നെ വണ്ണമുള്ളവർ, ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ വണ്ണം ഉണ്ടെങ്കിൽ അങ്ങനെ വണ്ണം വെക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഈ അമിതവണ്ണം എന്ന് പറയുമ്പോൾ നമുക്കൊരു സൗന്ദര്യ പ്രശ്നം മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല. ഒരുപാട് പേർക്ക് ആ ഒരു സൈഡിലാണ് കൂടുതൽ ടെൻഷനെങ്കിലും അതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് പല രോഗങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. അപ്പോൾ അമിതവണ്ണമുള്ള ഒരാൾക്ക് മുട്ടുവേദനയാണ് കാരണമെങ്കിൽ നമുക്ക് ആ മുട്ടുവേദനയെ എത്രത്തോളം ചികിത്സിച്ചിട്ട് യാതൊരു ഫലവും കിട്ടില്ല. അവരുടെ വെയിറ്റാണ് അവിടെ കൺട്രോൾ ചെയ്യേണ്ടത്. അമിതവണ്ണമുള്ളവർക്കാണ് ഇപ്പം മിക്ക ജീവിതശൈലി രോഗങ്ങളുണ്ടാവുക. ഇപ്പോൾ ഡയബറ്റിസ് ആയിക്കോട്ടെ, കൊളസ്ട്രോള്, അതോടൊപ്പം തന്നെ BP കൂടി കൂടുതലായിട്ട് കാണും. അപ്പോൾ ഇവരെ ഒരു കൂടുതലായിട്ട് നിൽക്കുമ്പോൾ, അതായത് അമിതവണ്ണത്തോടൊപ്പം ഈ 3 രോഗങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ അതിനെ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. ഈ ഒരു കണ്ടീഷനിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടാവും. കാരണം പല രോഗങ്ങൾ പെട്ടെന്ന് വരികയും അത് നമ്മുടെ ഹാർട്ട് കംപ്ലയിൻസിനോ അല്ലെങ്കിൽ മറ്റ് പല കണ്ടീഷൻസിന് വരികയും അത് കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലോട്ട് പോവുകയും ചെയ്യും. ഇത് കൂടാതെ തന്നെ നമുക്ക് PCOD പോലെയുള്ള കണ്ടീഷൻ, ഇപ്പോൾ PCOD എന്ന് പറയുന്നൊരു കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു സ്ത്രീകളിൽ അതുമൂലം ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള കണ്ടീഷൻസിലോട്ട് പോകാറുണ്ട്. ഇനി വെരിക്കോസ് വെയിൻ പോലെയുള്ള കണ്ടീഷൻസ് വരുന്നുണ്ട്. വെരിക്കോസ് വെയിൻ ഉണ്ടാവാൻ ഇവിടെ പറഞ്ഞ പോലെ അമിതവണ്ണം വരുന്നു, അതുപോലെ വെയിൻസിലുണ്ടാകുന്ന കംപ്രഷൻ, അങ്ങനെ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ അമിതവണ്ണം നമുക്ക് മെൻ്റലി ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും. അത് കുറച്ചുകൂടി ഇൻട്രോവേർട്ട് ആയി പോവുകയും ആ ഒരു ഡിപ്രഷൻ പോലെയുള്ള കണ്ടീഷൻസിലോട്ട് പോകും. അപ്പോൾ എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാലും അമിതവണ്ണം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ കുറയ്ക്കണം, അതാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യം. അപ്പോൾ അമിതവണ്ണം നമ്മൾ എങ്ങനെ കുറയ്ക്കണം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെ കൺസൾട്ടേഷൻ എടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുകയും അല്ലെങ്കിൽ ഒരുപാട് നെറ്റിലൂടെ നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മളൊരു ഡയറ്റ് തുടങ്ങുന്നതിന് മുൻപ് ഏറ്റവും ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഡയറ്റീഷ്യനെ അല്ലെങ്കിൽ ഒരു ജനറൽ ഫിസിഷ്യനെ ഒക്കെ കണ്ടിട്ട് നമ്മുടെ ഹെൽത്ത് എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഓക്കെ ആണോ നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും ഒരു ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അതിന് മുൻപായിട്ട് അപ്പോൾ നമ്മൾ എന്തൊരു ഡയറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുൻപ് നമ്മുടെ നോർമൽ എല്ലാ വൈറ്റൽസും ഓക്കെ ആണോ നോക്കണം. നമ്മുടെ BP, നമ്മുടെ ഡയബറ്റീസിൻ്റെ ലെവൽ, അല്ലെങ്കിൽ നമുക്ക് ഷുഗർ ഉണ്ടോ, നമുക്ക് തൈറോയ്ഡ് പോലെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. കാരണം ഇങ്ങനെ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ വണ്ണം കുറയുള്ളൂ. ഇപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ ഡിസ്ഫങ്ഷൻ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഡയറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ ആ കണ്ടീഷൻ എന്താണെന്ന് നോക്കിയിട്ട് അതിനാദ്യം ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ മൊത്തത്തിലൊരു ഭക്ഷണം മാത്രം നിയന്ത്രിച്ചാൽ പോരാ, കൃത്യമായൊരു വ്യായാമം വേണം. നമ്മൾ എങ്ങനെയൊക്കെയെങ്കിലും നമ്മൾ കൃത്യമായ ഒരു സമയം കണ്ടെത്തണം വ്യായാമത്തിന് വേണ്ടിയിട്ട്. അപ്പം ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും ഒരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഏത് തരത്തിലുള്ള വ്യായാമമാണെന്ന് നല്ലൊരു ഫിറ്റ്നസ്സോ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫിറ്റ്നസ് ട്രെയിനറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡോക്ടറെ അടുത്തോ കൺസൾട്ടൻറ്റിൻ്റെ അടുത്തോ ചോദിച്ചതിന് ശേഷം കൃത്യമായിട്ട് വ്യായാമം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 100 കിലോ ഉള്ള ഒരാൾക്കാണെങ്കിൽ ഒരു 65 കിലോ വരെയെങ്കിലുമൊക്കെ
സുഖമായിട്ട് കുറയ്ക്കാൻ നമുക്ക് ഈ ഒരു ഡയറ്റിലൂടെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഈ വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്തു, എല്ലാം നോർമൽ ആണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ തന്നെ മാറ്റണം. അപ്പോൾ ഫുഡിൽ ഏറ്റവും ആദ്യം നമ്മൾ കട്ട് ചെയ്യാൻ പറയുക എപ്പോഴും ഒരു ഷുഗറിൻ്റെ ലെവൽ, അതുപോലെ തന്നെ ഉപ്പിൻ്റെ ലെവൽ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഷുഗർ കുറയ്ക്കണം. ഷുഗർ കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ അന്നജത്തിൻ്റെ അളവ് നല്ലപോലെ കുറയ്ക്കും. കംപ്ലീറ്റ്ലി അത് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. അപ്പോൾ അന്നജം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ചോറ്, ചപ്പാത്തി, ആട്ടയുടെ പ്രൊഡക്ട്സ്, അങ്ങനെ എല്ലാത്തിലും നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന ബ്രെഡ് ആയിക്കോട്ടെ, ബണ്ണായിക്കോട്ടെ, എല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി കുറയ്ക്കുക. ഇനി അടുത്ത് നമ്മൾ ഫാറ്റിൻ്റെ അളവ് കുറയ്ക്കണം. നമ്മൾ എക്സസ് ആയിട്ട് കഴിക്കുന്ന ഫാറ്റ്, അതായത് ഒരുപാട് ഫ്രൈഡ് ഫുഡ് കഴിക്കുക, ഒരുപാട് ടിൻഡ് ഫുഡ് കഴിക്കുക, പ്രോസസ്ഡ് ഫുഡ് കഴിക്കുക. അപ്പോൾ മധുരം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ പഞ്ചസാര മാത്രമല്ല, അല്ലെങ്കിൽ ചായയിലോ കാപ്പിയിലോ പഞ്ചസാര കുടിക്കാതിരിക്കുക അല്ലെങ്കിൽ ആഡ് ചെയ്യാതിരിക്കുന്നവരാണെങ്കിൽ അത് മാത്രം അവോയ്ഡ് ചെയ്താൽ പോരാ. നമ്മൾ കഴിക്കുന്ന എല്ലാ ബേക്കറി ഐറ്റംസിലും മധുരം കുറച്ചുകൂടി ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രക്ടോസ് ആണ് ആഡ് ചെയ്യുന്നത്. അത് നമ്മുടെ ഗ്ലൂക്കോസിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ നോർമൽ ഷുഗറിനേക്കാളും ഇരട്ടി ദോഷം ചെയ്യുന്നതാണ്. അപ്പോൾ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ് മിക്ക വസ്തുക്കളിൽ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ന് മറ്റ് പല ജീവിതശൈലി, ഇപ്പോൾ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, ഫ്രക്ടോസിൻ്റെ കൂടുതൽ ഉപയോഗം കൊണ്ടാണ് ഫാറ്റി ലിവർ പോലെയുള്ള കംപ്ലയിൻസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ കൺട്രോൾഡ് ആവുക. അതിനോടൊപ്പം തന്നെ ഡയറ്റ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കൺട്രോൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഭക്ഷണങ്ങളാണ്. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്ന ഇതൊക്കെ അവോയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കൂടുതലായിട്ട് കഴിക്കണം? കൂടുതലായിട്ട് നമ്മൾ എപ്പോഴും പ്രോട്ടീൻസ് ചേർക്കുക. പ്രോട്ടീൻസ് ആണ് ഏറ്റവും നമുക്ക് വേണ്ടത്. നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യാനും നമുക്ക് വേണ്ട എനർജി. എപ്പോഴും കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജിയാണ് കാർബോഹൈഡ്രേറ്റ് തരിക. അപ്പം ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ പ്രകാരം നമുക്ക് ഒരുപാട് ആയാസമുള്ള അല്ലെങ്കിൽ അധ്വാനമുള്ള ജോലികളൊന്നുമില്ല. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക. നമുക്ക് അതിന് പകരം പ്രോട്ടീൻസ് കഴിക്കുക, നല്ലപോലെ വെജിറ്റബിളും ഫ്രൂട്ട്സും കഴിക്കുക. അത് കൂടുതൽ കട്ട് ചെയ്ത് ഫ്രഷ് ആയിട്ട് സാലഡായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ജ്യൂസാക്കി കഴിക്കുമ്പോൾ വീണ്ടും പഞ്ചസാര ആഡ് ചെയ്യുന്നു, അതിലുള്ള ഫൈബറൊക്കെ നഷ്ടപ്പെടുന്നു. അപ്പോൾ ജ്യൂസാക്കി കഴിക്കാതെ മാക്സിമം കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ സീസണൽ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറികളോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്കുള്ള ഫ്രൂട്ട്സൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അതുവഴി ഉണ്ടാകുന്ന കുറേ വിഷാംശമൊന്നും നമ്മുടെ വയറിലെത്താതിരിക്കുകയും നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ സാലഡ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒലിവ് ഓയിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പടിയുന്ന ആ ഒരു ടെൻഡൻസി തന്നെ കുറയും. ഇപ്പോൾ ഒലിവ് ഓയിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു ആൻറ്റി ഓക്സിഡൻസ് ആണ്. അത് നല്ലപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫാറ്റ് അടിയാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് മാക്സിമം കുറയുന്നത് കാണാം. അപ്പം ഭക്ഷണത്തിൽ ഈ ഒരു രീതിയിലൂടെ മാറ്റും. ഇപ്പം നമ്മൾ ഒരു ഫുഡ് കഴിക്കുന്ന ഒരു പാറ്റേൺ എടുക്കുകയാണെങ്കിൽ, ഇപ്പം നോർമലി നല്ലപോലെ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഒറ്റയടിക്ക് ഇതെല്ലാം കട്ട് ചെയ്യാൻ നമുക്ക് പാടായിരിക്കും. അപ്പോൾ നമ്മുടെ പ്ലേറ്റിനെ തന്നെ ഒന്ന് സെറ്റ് ചെയ്യുക എന്ന് നോക്കുമ്പോൾ നോർമലി ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഹാഫ് പോർഷൻ നമ്മൾ പ്രോട്ടീനിലോട്ട് കൊണ്ടുവരും. പ്രോട്ടീൻ നമ്മൾ പയറ്, കടല, പരിപ്പ്, ഇറച്ചി, മീൻ, മുട്ട, ഇതെല്ലാം പ്രോട്ടീൻസിൽ വരും. അപ്പോൾ വെജിറ്റബിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോൺ വെജ് ആയിക്കോട്ടെ, പ്രോട്ടീൻസ് അര ഭാഗമെങ്കിലും പ്രോട്ടീൻസ് തന്നെ കഴിക്കുക. ഒരു 1/4 ഭാഗം വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും കൊടുക്കുക. ബാക്കി ഒരു 1/4 ഭാഗം മാത്രം, അത് ഒരു പിടി ചോറൊക്കെ മാക്സിമം ആ ഒരു കുറച്ചുകൊണ്ട് വരുന്ന ആദ്യ ഘട്ടത്തിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. എപ്പോഴും കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു കുത്തരി തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കുക. കാരണം അതിലൂടെ നമുക്ക് കുറച്ച് ഫൈബർ കിട്ടുമല്ലോ. അപ്പം അത് കഴിഞ്ഞ് നോർമലി അത് കുറച്ചുകൊണ്ട് വരും. ഇപ്പം ചോറിന് പകരം ചപ്പാത്തി കഴിക്കുന്നവരാണെങ്കിൽ 1-2 ചപ്പാത്തിയൊക്കെ ആദ്യ സമയങ്ങളിൽ കഴിക്കാം. കാലക്രമേണ കാർബോഹൈഡ്രേറ്റിൻ്റെ ലെവൽ നല്ലപോലെ കുറച്ചുകൊണ്ട് വരാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഒരുപാട് ആൾക്കാരും പറയാറുള്ളതാണ്, ഡയറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, വെയിറ്റ് കുറയ്ക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഭക്ഷണം കുറയ്ക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിശക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു അമിതവണ്ണം ഉണ്ടാവാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശക്കാതെ തന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണിയൊന്നുമില്ല, ധാരാളം ഭക്ഷണം കഴിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇടയിൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നുമില്ല, ഒരു സെഡൻറ്ററി ലൈഫും കൂടിയായിരിക്കും. അതാണ് നമുക്ക് അമിതവണ്ണം ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ 3 മീലാണ് നമ്മൾ മെയിനായിട്ടുള്ള 3 മീലാണ് നമ്മൾ മലയാളികൾ കൂടുതലായിട്ട് കഴിക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചത്തെ ലഞ്ച്, രാത്രിത്തെ ഡിന്നർ. അപ്പോൾ ഈ മീൽസിനെ കട്ട് ചെയ്തിട്ട് പല തവണകൾ കുറച്ചുകൂടെ കൂട്ടുക, ക്വാണ്ടിറ്റി കുറച്ചുകൂടെ കുറയ്ക്കുക, നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണവും കഴിക്കുക. എങ്കിൽ ഡയറ്റ് ചെയ്യാൻ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇടയിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊരു 11 മണിക്ക് ചെറിയൊരു സ്നാക്ക് ടൈം കൊടുക്കുക. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ലഞ്ച്, വൈകുന്നേരം ഒരു ടീ ടൈം കൊടുക്കുക, അതിന് കഴിഞ്ഞിട്ട് ഒരു ഡിന്നർ. അപ്പോൾ നമ്മൾ ഈ 11 മണിക്കത്തെയും വൈകിട്ടത്തെയും ആ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ജങ്ക് ഫുഡാണ് കൂടുതലാണ് കഴിക്കുക. അതിന് പകരം അത് കുറച്ചുകൂടി ഹെൽത്തി ആക്കാൻ വേണ്ടി ആ ഒരു 11 മണിക്കും നമ്മളതുപോലെ വൈകിട്ട് 4 മണിക്കും കഴിക്കുന്നത് എപ്പോഴും ഒരു നട്ട്സോ അല്ലെങ്കിൽ ഒരു ബൗൾ സാലഡോ ആ ഒരു രീതിയിലേക്ക് മാറ്റുക. ഇനി നിങ്ങൾക്ക് എത്ര ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് വിശക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇടയിൽ കഴിക്കുന്ന ഭക്ഷണം കുറച്ചുകൂടെ ഫൈബർ റിച്ച് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ വാട്ടർ കണ്ടൻ്റ് ഉള്ള ഫുഡുകൾ കഴിക്കുക. എങ്കിൽ നിങ്ങൾക്ക് വിശപ്പ് കുറച്ചും കൂടി കുറയും. ഇപ്പോൾ നമ്മൾ ക്യുക്കമ്പറൊക്കെ, നമ്മൾ സാലഡ് വെള്ളരിയൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ പറയുന്നതിന് ഒരു വലിയ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ധാരാളം ഫൈബേഴ്സ് ഉണ്ട്, ധാരാളം തന്നെ വെള്ളത്തിൻ്റെ അളവും നമുക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി ഒക്കെ പെട്ടെന്ന് തന്നെ കൂട്ടി നമ്മുടെ ആ ഒരു ഫാറ്റ് ബേൺ ചെയ്ത് കഴിയുന്നത് കാണാം.
അപ്പോൾ കൂടുതൽ സാലഡൊക്കെ കഴിക്കാൻ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഭക്ഷണം മാറ്റുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് 1-2 മുട്ട കഴിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഉച്ചത്തെ ഒരു ഭക്ഷണം കുറച്ച് ഹെവി ആയിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡയറ്റിൻ്റെ തുടക്കത്തിൽ നമ്മൾ 1-2 മുട്ട ഭക്ഷണത്തിന് കുറച്ച് മുൻപായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഒരു ബൗൾ സാലഡ് കഴിക്കുക, ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു മെത്തേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്കൊന്നും ആ ഒരു ഉച്ച സമയത്ത് വിശക്കില്ല. അപ്പോൾ അങ്ങനെ വിശപ്പ് കുറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറയും. അങ്ങനെ നമുക്ക് നല്ല പോലെ തന്നെ നമ്മുടെ വെയിറ്റ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇതിനോടൊപ്പം തന്നെ കൃത്യമായിട്ടൊരു വ്യായാമം കൂടി വേണം. വ്യായാമം നമ്മുടെ ബോഡിക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് പറ്റുന്ന രീതിയിലുള്ള വ്യായാമം തിരഞ്ഞെടുക്കുക. അത് ഏത് തരത്തിലുള്ള വ്യായാമമാവും. ഇനിയിപ്പോൾ വ്യായാമത്തിനൊന്നും സമയമില്ലാത്തവരാണ് എന്ന് എല്ലാവരും തന്നെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും എയറോബിക് എക്സസൈസുകളോ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ റൂമിനുള്ളിൽ നിന്ന് ഒരു പാട്ടിട്ട് ഡാൻസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് തന്നെ ഏറ്റവും നല്ലൊരു വ്യായാമമാണ്. അവിടെ തന്നെ ഒരുപാട് ഫാറ്റ് ബേൺ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള എയറോബിക് എക്സസൈസുകൾ നിങ്ങൾക്ക് ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിലും ഇപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ലിഫ്റ്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾ സ്റ്റെയർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഫോണിലൊക്കെ ഒരുപാട് നേരം സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നടന്നുകൊണ്ട് ഫോൺ ചെയ്യുക. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പോൾ നമുക്ക് ഫാൻ വർക്ക് ചെയ്യണമെങ്കിലോ TV വർക്ക് ചെയ്യണമെങ്കിൽ എല്ലാം റിമോട്ട് കൺട്രോളാണ്. അപ്പോൾ മാക്സിമം ഈ ഒരു ടൈമിലെങ്കിലും കുറച്ചെങ്കിലും നടക്കാൻ വേണ്ടിയിട്ട് റിമോട്ട് കൺട്രോളിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ നടന്നു പോയി സ്വിച്ച് ഓഫ് ചെയ്യുകയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും ഒരു വ്യായാമം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ഫാറ്റൊക്കെ ബേൺ ചെയ്യുന്നത് കാണാൻ പറ്റും. ഇനി ഈ ഒരു പറഞ്ഞ രീതിയിലുള്ള വ്യായാമം, ഈ പറഞ്ഞ രീതിയിലുള്ള ഫുഡ് കൺട്രോളൊക്കെ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ചെറിയ ടിപ്സുകൾ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തേതുണ്ടെങ്കിൽ ചെറുനാരങ്ങ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷൻ വരുമ്പോൾ വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആണെങ്കിൽ നമ്മുടെ ചെറുനാരങ്ങ ഭയങ്കര യൂസ്ഫുള്ളാണ്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം. 1 ലിറ്റർ വെള്ളം എടുക്കുക, അതിലേക്ക് ഒരു ചെറുനാരങ്ങ, ചെറിയ ചെറുനാരങ്ങയാണെങ്കിൽ 1, വലുതാണെങ്കിൽ ഒരു പകുതി എടുക്കുക, നല്ലപോലെ പിഴിഞ്ഞ് അതിനോടൊപ്പം തന്നെ ഇഞ്ചി കൂടി ചതച്ചിടുക. നമ്മളിത് രാവിലെ വെറും വയറ്റിൽ കുടിക്കാം. പക്ഷേ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കുടിക്കേണ്ട, പല തവണകളിലായിട്ട് ഒരു ദിവസം കുടിക്കുക. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ഗെയിൻ നല്ല പോലെ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം ഇത് ഫാറ്റ് ബേൺ ചെയ്യാനും നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി ഒക്കെ കൂടുന്നതായിട്ട് കാണാം. ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് മാത്രം ഡിപ്പെൻഡ് ചെയ്യുക. കണ്ടിന്യൂസ്ലി ഇത് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. നമുക്ക് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി രണ്ടാമത് പറഞ്ഞാൽ ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം. അപ്പോൾ നമ്മളൊരു 250 ml, അതായത് 1/4 ലിറ്ററോളം വെള്ളം എടുക്കുക, ഒരു നുള്ളു ജീരകം ഇട്ട് നല്ലപോലെ തിളപ്പിച്ച് ആ വെള്ളം നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കും. ജീരകത്തിൽ തൈമോൾ എന്ന് പറയുന്നൊരു കണ്ടന്റ് ഉണ്ട്. ഈ തൈമോൾ എന്ന് പറയുന്ന കണ്ടന്റ് നമ്മുടെ പാൻക്രിയാസിൻ്റെ ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ വെയിറ്റ് കുറയും. ഇപ്പം നമുക്ക് ഡയബറ്റീസ് പോലെയുള്ള പ്രശ്നമുള്ളവരാണെങ്കിൽ അതും നല്ല രീതിയിൽ കൺട്രോൾ ആവാൻ പറ്റുന്നൊരു ഡ്രിങ്കാണിത്. അപ്പോൾ നമുക്ക് ഇത് ഡിപ്പെൻഡ് ചെയ്യാം. ഇനി മൂന്നാമതായിട്ട് സിനമാൾഡിഹൈഡ് കണ്ടന്റ് ഉള്ള കറുകപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം. അപ്പോൾ കറുകപ്പട്ട നിങ്ങൾക്ക് ഒന്നുകിൽ പൊടിയായിട്ട് ഒരു നുള്ള ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു കഷ്ണം ആഡ് ചെയ്ത് നല്ലപോലെ വെള്ളം തിളപ്പിച്ച് അത് നിങ്ങൾക്ക് ദിവസവും മാറി മാറി കുടിക്കാവുന്നതാണ്. ഈ ഒരു സിനമാൾഡിഹൈഡ് എന്ന് പറയുന്ന കണ്ടന്റ് ഫാറ്റ് ബേൺ ചെയ്യാൻ നല്ല ഒരു മാർഗ്ഗമാണ്. അപ്പോൾ നമ്മുടെ എക്സസൈഡ് വരുന്ന ഫാറ്റ് അത് കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു എൻസൈമാറ്റിക് ആക്ടിവിറ്റി മൂലം നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അതും കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നാലാമതായിട്ട് ആപ്പിൾ സിഡർ വിനെഗർ. ഇതും അസിഡിറ്റി പോലെയുള്ള പ്രശ്നമുള്ളവർക്കാണെങ്കിൽ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഇനി അല്ലാത്ത ആൾക്കാരാണെങ്കിൽ 150 ml വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ ആഡ് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കാം. പക്ഷേ അസിഡിറ്റി പോലെയുള്ള പ്രശ്നമുള്ളവരാണെങ്കിൽ ഇത് യൂസ് ചെയ്യാതിരിക്കുക. ഇത് നിങ്ങൾക്ക് ഇടയിലൊക്കെ കുടിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു പരിധി വരെ ഫാറ്റ് ബേൺ ചെയ്യുന്നത് കാണാം. പക്ഷേ കണ്ടിന്യൂസ്ലി ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇനാമൽ, നമ്മുടെ പല്ലിന് ചെറിയ കേട് വരാനൊക്കെയുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ മാക്സിമം ഇടയിൽ ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസമോ അങ്ങനെയൊക്കെ മാറി നിങ്ങൾ കുടിക്കുന്നത് ഒരു പരിധി വരെ നിങ്ങളുടെ ഫാറ്റ് ബേൺ ചെയ്യും, നിങ്ങളുടെ വെയിറ്റ് കുറയുന്നതായിട്ടും കാണാൻ പറ്റും. ഇനി ഇപ്പോൾ ചില ആൾക്കാർക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഇടുപ്പിൻ്റെ ഭാഗത്താണ് കൂടുതൽ കൊഴുപ്പെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില എക്സസൈസുകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ബ്രീത്തിങ് എക്സസൈസ്. എവിടെയെങ്കിലും നിവർന്നിരുന്നിട്ട് ശ്വാസം പതിയെ ഉള്ളിലോട്ട് എടുക്കുക, പതിയെ റിലാക്സ് ചെയ്യുക. ഒന്നാമത്തെ ബ്രീത്തിങ് എക്സസൈസാണ്. ഇനി രണ്ടാമത്തെ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും സ്റ്റഡി ആയിട്ട് തന്നെ ഇരിക്കുക, സ്റ്റഡി ആയിട്ട് എടുത്തിട്ട് ശ്വാസം നല്ലപോലെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക, എന്നിട്ട് കുറച്ച് നേരം ശ്വാസം ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വയറ് നല്ലപോലെ ടൈറ്റ് ആവും. അത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലെ മസിൽസൊക്കെ കുറച്ചുകൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഫാറ്റ് ബേൺ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു ഏരിയയിൽ മസിൽസ് കുറയുന്നതിന് അല്ലെങ്കിൽ ആ ഒരു വർക്ക് കാരണം അവിടുത്തെ ഫാറ്റ് ബേൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ തടി കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഒരു 15 സെക്കൻഡൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിടുക, പിന്നെ റിലാക്സ് ചെയ്യുക, നോർമൽ ബ്രീത്തിങ്ങിലോട്ട് വരിക. ഒരു 15 തവണയെങ്കിലും ഇതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക, പിന്നെ നോർമൽ ബ്രീത്തിങ്ങിലോട്ട് വരിക. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 15ൻ്റെ സെറ്റ് എടുക്കുക. അങ്ങനെ ഒരു 30 തവണയെങ്കിലും ഒരു ദിവസം ചെയ്യുന്നത് നമ്മുടെ ആ ഒരു വയറിൻ്റെ ഭാഗത്തുള്ള കൊഴുപ്പ് അഴിയുന്നതിന് കാരണമാകും. ഇനി മൂന്നാമത്തേത് നമുക്ക് പ്ലാങ്ക് ചെയ്യുക. പ്ലാങ്ക് എക്സസൈസ് ചെയ്യുമ്പോഴും ആ ഒരു വയറിൻ്റെ ഏരിയയിൽ ഉണ്ടാകുന്ന മസിൽസൊക്കെ എൻഗേജ്ഡ് ആവുന്നതുകൊണ്ട് അവിടുത്തെ ഫാറ്റ് പെട്ടെന്ന് ബേൺ ചെയ്യുന്നതാണ്. ഈ തരത്തിലുള്ള വ്യായാമങ്ങളും ചെയ്യുക. പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ഒരു ജോഗിങ്ങോ അല്ലെങ്കിൽ നീന്തൽ അല്ലെങ്കിൽ നമുക്ക് സൈക്ലിങ് ഇങ്ങനെ എന്തെങ്കിലുമുള്ള വ്യായാമങ്ങൾ
കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫാറ്റ് പെട്ടെന്ന് ബേൺ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഒരു കൃത്യമായ ഒരു ഡയറ്റീഷ്യൻ്റെ അണ്ടറിൽ തന്നെ നിങ്ങൾ ഡയറ്റ് ഒരു കൃത്യമായ ഒരു ചാർട്ടിലൂടെ തന്നെ ഡയറ്റ് കൂടി എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വെയിറ്റ് കുറയും. വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മിക്ക രോഗങ്ങളെ നമുക്ക് കൺട്രോളോട് കൊണ്ടുവരാനും പറ്റും. നമ്മളെ മെഡിസിൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് പല രോഗങ്ങൾക്കും പല രീതിയിലുള്ള മെഡിസിൻസിൻ്റെ കൺട്രോളോട് പോകുന്നതിൻ്റെ മുൻപ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി.